ഏതാണെങ്കിലും ഷേവ് ഇസ്രായേൽ എന്ന് പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇറാന്റെ ഒരു സൈഡിൽ നിന്ന് ഷേവ് ചെയ്ത് തുടങ്ങിയെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ മൊത്തത്തിലുള്ള മീശ അടക്കം ഷേവ് ചെയ്തു പോയ അവസ്ഥയിലോട്ടാണ് ഇപ്പം ഈ യുദ്ധം കൊണ്ടുപോകുന്നത്. ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കക്കും അല്ലെങ്കിൽ ട്രംപിന് ഒരു സ്ഥലത്ത് പോലും ഒരു തരത്തിലുള്ള ഒരു രോമം പോലും മുളയ്ക്കാത്ത രീതിയിൽ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇറാന്റെ ഭാഗത്തുള്ള IRGC. മാത്രമല്ല, ഇറാന് വേണ്ടിയിട്ട് കൂടുതൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് റഷ്യയും അതുപോലെ തന്നെ ചൈനയും. ഇതും ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ്. ഇസ്രായേലിന്റെ ധനകാര്യമന്ത്രിയുടെ മകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. അത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാണെന്നാണ് ഇപ്പം വന്നിട്ടുള്ള മറ്റൊരു വാർത്ത. അമേരിക്കക്കെതിരെ പോരാടാൻ 2.5 ലക്ഷം വരുന്ന ഇറാനിയൻ സൈന്യം, അതായത് 2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ചെറിയ കപ്പാസിറ്റിയാണ്, അതിന്റെ ഒരുപാട് മടങ്ങ് ഇനിയുണ്ട്. ഈ 2.5 ലക്ഷം ഇറാന്റെ പല ഭാഗങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിൽ ഓൾറെഡി വിന്യസിച്ച് കഴിഞ്ഞു ഇറാൻ ആർമി. ജോർദാനിലുള്ള അമേരിക്കയുടെ താഡ് സിസ്റ്റം തവിട്ട് പൊടിയായതിന്റെ ദൃശ്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കാണും. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ സമയം വരെ നടന്നിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ലൈവ് വരേണ്ട, ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ ട്രൈ ചെയ്യുക. മാക്സിമം ആളുകളുടെ അടുത്തോട്ട് എത്തട്ടെ ഈ കാര്യങ്ങൾ. വേറെ എവിടുന്നും ഇത് കിട്ടുന്നില്ല. അത് മീൻസ് നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊന്നും ഇത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. On the 7th day of the war, the children of the Iranian nation serving in the Islamic Revolutionary Guard Corps continuing the 22nd wave of Operation True Promise. ഇറാന്റെ IRGC ഇന്ന് വിട്ടിട്ടുള്ള ഒരു പ്രധാന വീഡിയോയുടെ ഭാഗം വെച്ച് നമുക്ക് തുടങ്ങാം. അതിന്റെ ട്രാൻസ്ലേഷനാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അതായത് യുദ്ധത്തിൽ ഇപ്പൊ ഇത്രയും ദിവസത്തിന്റെ ഇടയ്ക്ക് ഇറാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഏതാണ് അവസ്ഥ ഇറാന്റെയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ അമേരിക്കൻ ബേസുകളുടെ അവസ്ഥ എന്താണെന്നും പറഞ്ഞിട്ടുള്ള ഇറാന്റെ IRGCയുടെ വക്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആണ് ഈ ഒരു യുദ്ധത്തിന് അവരിട്ടിട്ടുള്ള പേര്. ഇതിൽ തകർക്കപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. അൽദഫ്ര ബേസ്, UAE അൽദഫ്ര ബേസ് ഏകദേശം മൊത്തത്തിൽ തന്നെ തകർന്നു എന്നാണ് പറയുന്നത്. MQ-9 ഡ്രോണുകൾ, US വിമാനങ്ങൾ, US-ന്റെ റഡാർ സിസ്റ്റം, പാട്രിയോട്ട് പ്രതിരോധ സിസ്റ്റം ഇവ പൂർണ്ണമായിട്ടും തകർത്തു എന്നാണ് ഈ ഒരു വീഡിയോയിൽ IRGCയുടെ വക്താക്കൾ പറയുന്നത്. പിന്നെ അൽ സയ്യിദ് എയർ ബേസ്, ഇവിടുത്തെ ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റം, ഇന്ധന സംരക്ഷണശാലകൾ, റൺവേകൾ എന്നിവ മൊത്തത്തിൽ തകർത്തു എന്നാണ് പറയുന്നത്. ഇത് ഇറാഖിലുള്ള ഒരു US-ന്റെ ബേസാണ്. അടുത്തത് അൽ ഉദൈദ്, ഖത്തറിലുള്ള എയർബേസിന്റെ അവസ്ഥ. അവിടുത്തെ റഡാറുകൾ സിസ്റ്റം തകർത്ത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. റഡാറുകൾ, ട്രാഫിക് കൺട്രോൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കംപ്ലീറ്റ് തകർത്തിട്ടുണ്ട്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും മൊത്തമായിട്ട് അൽ ഉദൈദിൽ തകർത്തു എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അത് മാത്രമല്ല, മരണസംഖ്യനെ പറ്റി പറയുന്നുണ്ട്. എർബിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ആക്രമണത്തിൽ 11 സൈനികർ കൊല്ലപ്പെട്ടതായിട്ട്, അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് അവകാശപ്പെടുന്നത്. കൂടാതെ 600-ലധികം വരുന്ന സൈനികർ മറ്റ് പല സ്ഥലങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. വിവിധ റഡാറുകളും ഉപകരണങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നും കൂടെ ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ മറ്റ് ആക്രമണങ്ങളെ പറ്റി പറയുന്നത് കുവൈറ്റിലെ അൽ ഉദൈദ് ക്യാമ്പ്, അതുപോലെ തന്നെ UAE-ലെ അൽ മിൻഹാദ് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയതായിട്ടും ഇതിൽ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. തങ്ങളുടെ രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതികാരം തുടരുമെന്നും തങ്ങൾ ശത്രുക്കളുമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ എപ്സ്റ്റീൻ കൊലപാതക അല്ലെങ്കിൽ എന്താ പറയുക പെണ്ണുപിടിയന്മാരുമായിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള സന്ധി സംഭാഷണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിലോട്ട് അല്ലെങ്കിൽ ഇറാനിലോട്ട് കടന്നു വരൂ. നിങ്ങൾക്കെതിരെയുള്ള നിങ്ങളെ എങ്ങനെ തടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് ഇറാന്റെ വക്താക്കൾ ഇപ്പം പറഞ്ഞു വന്നിട്ടുള്ളത്. ഇനി മറ്റു ചില പ്രധാന കാര്യങ്ങൾ പറയുന്നത്, അതായത് ഇറാന്റെ സൈന്യവിന്യാസത്തിനെ പറ്റിയിട്ടാണ്. തങ്ങളുടെ ഏതാണ്ട് 2.5 ലക്ഷം വരുന്ന സൈനികർ, IRGC സൈനികരെ കുവൈറ്റ് അതിർത്തിയിൽ, അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടലിടുക്ക്, കാസ്പിറസ് കടലിടുക്ക് എന്നിവിടങ്ങളിൽ വിന്യസിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അമേരിക്കക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് ഇറാൻ സജ്ജമാണെന്ന് കാണിക്കാനാണ് ഇത്. അതായത് മുൻകൂട്ടി അമേരിക്ക ഒരു അറ്റാക്ക്, ഈ പറഞ്ഞ ഏതെങ്കിലും സൈഡിൽ കൂടെ ഒരു കരയുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഓൾറെഡി അവിടെ 2.5 ലക്ഷം സൈന്യം വിന്യസിച്ച് കഴിഞ്ഞു ഇറാന്റെ ഭാഗത്തുനിന്ന് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നെ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ പറയുന്നുണ്ട്. അതായത് റഷ്യയും ചൈനയും ഇറാനെ രാഷ്ട്രീയമായും സൈനികപരമായും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഉള്ള ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റഷ്യ തങ്ങളുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ പെടുന്ന പല ഉപകരണങ്ങളും ഇറാനിലോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാത്രമല്ല, റഷ്യൻ ഇന്റലിജൻസ് ഭയങ്കരമായിട്ട്, ചൈന റഷ്യ ഇന്റലിജൻസ് മാക്സിമം സപ്പോർട്ട് ഇറാന് കൊടുക്കുന്നുണ്ട്. പല സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ, ഇപ്പോൾ ഇറാൻ പുറത്തോട്ട് വിടുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളില്ല, അവരവിടെ പോയി തകർത്തു എന്ന് കാണിക്കുന്ന പലതരത്തിലുള്ള ഇപ്പോൾ താഡ് സിസ്റ്റം ഒക്കെ ഇതേപോലെ തവിട്ട് പൊടിയതിൻ്റെ ഒക്കെ വാർത്തകൾ വരുന്നുണ്ടല്ലേ നമുക്ക് കുവൈറ്റിൽ നിന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോസ് കംപ്ലീറ്റ് കൊടുക്കുന്നത് റഷ്യയുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ചൈനയുടെ സൈഡിൽ നിന്നുമാണ്. കറക്റ്റ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രോപ്പർ ആയിട്ടുള്ള പോയിന്റുകളിലോട്ടാണ് ഇറാന്റെ അറ്റാക്ക് ഇപ്പോൾ വരുന്നത്. വെറുതെ ഇങ്ങനെ കുറേ ഡ്രോണുകൾ മുമ്പിൽ അയക്കും, ബാക്കിൽ വരുന്ന മിസൈലുകൾ, ഇപ്പം കൊറംഷെയർ പോലത്തെ മിസൈലുകൾ, ഖൈബർ പോലത്തെ മിസൈലുകൾ പോയി വികുന്നത് നേരെ ഓൺ സ്പോട്ടിലാണ്. ഒരു തരത്തിൽ ഈ പറഞ്ഞ ഒരാൾക്കും ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം ഓരോ സ്ഥലത്ത് ഹോട്ടലുകളുടെ റൂമുകളുടെ അകത്തോട്ട് വരെ
ഡ്രോൺ വരുന്നുണ്ട് അമേരിക്കൻസ് താമസിക്കില്ല അമേരിക്കൻ പട്ടാളക്കാർ നിൽക്കുന്ന സ്ഥലത്തോട്ട് വരെ ഡയറക്റ്റ് ഹിറ്റ് കൊടുക്കുന്നത്. ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കംപ്ലീറ്റ് കൊടുക്കുന്നത് ചൈനയും അതുപോലെ റഷ്യയാണെന്നാണ് ഇപ്പം പറയുന്നത്. ഇത് മാത്രമല്ല അമേരിക്കയുടെ പ്രതിസന്ധി, അമേരിക്കയുടെ ഏകദേശം വെടിക്കോപ്പുകളൊക്കെ 10 ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പം അമേരിക്കയിൽ നിന്ന് പുതിയ സപ്ലൈ വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ അമേരിക്കക്ക് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം യുദ്ധത്തിനായി ഓരോ ദിവസവും ബില്യൺ ഡോളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അമേരിക്ക ചിലവാക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ കുവൈറ്റിലെ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ഇറാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആർഷ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്നാണ് പറയുന്നത്. ഒരു തരം ചാവർ ഡ്രോണുകളാണ് ഇതൊക്കെ. അവിടെ പോയി പൊട്ടിത്തെറിക്കുക, അവിടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലുള്ള ഡ്രോണുകളാണ് ഈ പറഞ്ഞ ഡ്രോണുകളൊക്കെ. ഇതേ സമയത്താണ് നമ്മൾ പറഞ്ഞ ഹിസ്ബുള്ളയുടെ ആക്രമണം. വടക്കൻ ഇസ്രായേലിലെ ഹിസ്ബുള്ള നടത്തിയിട്ടുള്ള റോക്കറ്റ് ആക്രമണത്തിലാണ് ഇസ്രായേലിയൻ പ്രധാനമന്ത്രി ബെൻ സലേറ്റ് സ്മോട്രിച്ചിന്റെ മകൾക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു എന്നുള്ള ഒരു ന്യൂസും ഇതിന്റെ ഇടയിലൂടെ വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ 8 സൈനികരോടും മരിച്ചിട്ടുമുണ്ട് എന്നാണ് ഈ ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇനി ജോർദാനിലെ താഡ് സിസ്റ്റം തവിട് പൊടിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. ഇതാണ് ആ വീഡിയോസ്. ജോർദാനിലെ മുവാക്കിഫ് സാൽട്ടി എയർബേസിൽ അമേരിക്കയുടെ അത്യാധുനിക താഡ് മിസൈൽ പ്രതിരോധ റഡാർ സംവിധാനമാണ് നശിപ്പിക്കപ്പെട്ടതായിട്ട് ഉള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ റഡാർ സിസ്റ്റം കണ്ണുകളായിട്ടാണ് ഇതുവരെ കരുതിയിട്ടിരുന്നത് അമേരിക്കൻ പട്ടാളം. ഇതിന്റെ തകർച്ച അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിന് വെറ്റ ഏറ്റവും വലിയ അടിയാണ്. കാരണം ഈ ഒരു താഡ് സിസ്റ്റം വാങ്ങാൻ മറ്റ് പല രാജ്യങ്ങളും അഡ്വാൻസ് വരെ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുക താഡ് സിസ്റ്റം കിട്ടാൻ വേണ്ടിയിട്ട്. പല രാജ്യങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ കിട്ടിയ 8ന്റെ പണിയായിരിക്കും, അല്ലെങ്കിൽ അവർ വരെ ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നതാണ്. ഇമാതിരി ഉള്ള സാധനങ്ങളാണോ ഞങ്ങൾക്ക് കൊണ്ട് തന്നത് എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. പിന്നെ ഗൾഫിൽ കംപ്ലീറ്റ് ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൈനിൽ US-ന്റെ 5ാം പടക്കപ്പൽ, അതായത് 5th ഫ്ലീറ്റ് ആസ്ഥാനത്ത് തന്നെ 2 സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനലുകൾ കംപ്ലീറ്റ്ലി തകർത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇനി അത് മാത്രമല്ല കുവൈറ്റിലെ ക്യാമ്പിലെ അരിഫ്ലാനിലെ അരിഫ്ജാനിലെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ കംപ്ലീറ്റ്ലി തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ ശൃംഖല നിഷ്പ്രഭമാക്കുന്ന രീതിയിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാവരും ഭയങ്കര ആശങ്കയിലാണ്. കാരണം ഒരുപാട് സിസ്റ്റംസ് തകർന്നു. ഇനി വരുന്ന മിസൈലുകളെ ഏത് രീതിയിൽ തടുക്കും എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് ഈവൻ ഗൾഫ് രാജ്യങ്ങൾ പോലും. ഇപ്പം നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷേവ് ഇസ്രായേൽ എന്നുള്ളത് ഏകദേശം അതിന്റെ ഭാഗത്തിൽ തന്നെയാണ് ഇപ്പം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷേവ് ഇസ്രായേൽ, അതുപോലെ തന്നെ ഷേവ് അമേരിക്കൻ ബേസസ്, ഇതാണ് ഇപ്പം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഭൂപ്രകൃതി നമുക്കറിയാലേ, ഈ ഇസ്രായേലിനേക്കാളും ഒരുപാട് മടങ്ങ് വലിപ്പമുള്ള ഒരു സ്ഥലമാണ്. എളുപ്പമല്ല ഇറാനെ മൊത്തത്തിൽ നശിപ്പിക്കുക എന്നുള്ളത്. ഈവൻ അമേരിക്കയുടെ പ്രസിഡന്റും അല്ലെങ്കിൽ നെതന്യാഹുവും വന്നിട്ട് ഓരോ ദിവസം വന്ന് പത്രസമ്മേളനം നടത്തും. നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളിതാ കിട്ടി, നമുക്ക് പിടിച്ചു, നമ്മൾ എടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പുറത്ത് ഇവന്മാരുടെ മൂഡ് തിരിച്ചു നിർത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊള്ളി നാറിയ അവസ്ഥയിലാണ് ഇപ്പം ഈ 2 യുദ്ധക്കൊതിയന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. കാരണം ആ രീതിയിലായിരുന്നു ഇറാന്റെ ആക്രമണങ്ങൾ. എത്രത്തോളം ഇറാന്റെ സിസ്റ്റങ്ങൾ ഇല്ലാണ്ടാക്കി, അല്ലെങ്കിൽ ഇറാന്റെ മിസൈൽ ശേഖരങ്ങൾ ഞങ്ങൾ തകർത്തു എന്ന് പറയുമ്പം അതിനേക്കാൾ കൂടുതൽ മിസൈലുകളാണ് ഓരോ ദിവസവും ഇറാന്റെ സൈഡിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ന്യൂസുകളുടെ പല കാര്യങ്ങൾ വരുന്നുണ്ട്, പല ആളുകളുടെ പല പ്രസ്താവനകൾ ഇതിന്റെ ഇടയിലൂടെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ പ്രസ്താവനകളെല്ലാം കൂടെ നമ്മൾ എടുത്ത് വീഡിയോയിലോട്ട് ഇടുന്നില്ല എന്നുള്ളൂ. ഒരുപാട് പ്രസ്താവനകൾ ഇപ്പം അമേരിക്കയുടെ സൈഡിൽ നിന്നാണെങ്കിലും ഇറാന്റെ സൈഡിൽ നിന്നാണെങ്കിലും പിന്നെ ഇതല്ലാത്ത ലോക രാജ്യങ്ങളിലായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലെ പല യുദ്ധ വിദഗ്ധരും പല കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്. ഇവരുടെ ആക്രമണങ്ങളുടെ വീഴ്ചകളും പാളിച്ചകളും ഒക്കെ കംപ്ലീറ്റ് കടിച്ചു പിടിച്ചു എടുത്തു എന്നുള്ള അവസ്ഥ ഒന്നുമല്ല ഇറാന്റെ അല്ലെങ്കിൽ ഈ യുദ്ധത്തിന്റെ അവസ്ഥ. ഇറാൻ വ്യക്തമായിട്ടുള്ള ധാരണയോടെ തന്നെയാണ് ഇപ്പം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രോപ്പർ പ്ലാനിങ് കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഈ ഒരു യുദ്ധം എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു പൂർണ്ണ ധാരണ ഇറാനികൾക്കുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാർക്കും അതുണ്ടായിരുന്നു. അപ്പം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടുന്ന് എങ്ങനെ അറ്റാക്ക് ചെയ്യണം, ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യണം, ഈവൻ ഞങ്ങളുടെ പരമോന്നത നേതാവ് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ പൂർണ്ണമായിട്ട് സജ്ജരായിട്ട് നിന്ന് എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള പൂർണ്ണ പ്ലാൻ, ഒരു ബ്ലൂ പ്രിന്റ് തന്നെ ഇറാന്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടാണ് ഇറാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ അടുത്ത ലൈവോ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ശരി.